അഭിപ്രായം പറയാനുള്ള ആളല്ല ഞാൻ. തീർച്ചയായിട്ടും അവരോട് സംസാരിച്ചിരുന്നു വിധി വന്ന ശേഷം? ഇല്ല, സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാനൊരു യാത്രയിലായിരുന്നു, നേരെ തൊടുപുഴയിലേക്ക് വരുമായിരുന്നു. അവർ തൽക്കാലം അവർ പ്രതികരിച്ചിട്ടില്ല? ഇല്ല, ആരും പ്രതികരിച്ചിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ പ്രതികരണം നേരിട്ട് തന്നെ അറിയിക്കുന്നതായിരിക്കും ഞാൻ എന്നിലൂടെ പറയുന്നതിനേക്കാൾ നല്ലതായിരിക്കും. പോലും ശക്തമായ ഒരു നിലപാട് പുറത്തിറക്കിയിട്ടുള്ള ഒരു ഫേസ്ബുക്ക് വാർത്താക്കുറിപ്പിൽ കൂടെയാണ് കാര്യങ്ങൾ വിശദീകരിച്ചത് എക്സിക്യൂട്ടീവിന് ശേഷം. അപ്പോൾ ശക്തമായ പ്രതികരണങ്ങൾ എല്ലാവരും വളരെ കരുതലോടെ പ്രതികരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഷയം കൂടിയാണ്. നമുക്കറിയാം, വ്യാഖ്യാനിക്കപ്പെടാൻ ഒരുപാട് സാധ്യതകളുള്ള ഒരു ടോപ്പിക്കുമാണ്, ഒരു കേസുമാണ്. അതുകൊണ്ട് നമ്മൾ പറയുന്നത് വളരെ മനസ്സിലാക്കി കൃത്യതയോടെ തന്നെ പറയണം. അപ്പോൾ പല സമയത്തും പല അഭിപ്രായങ്ങൾ പറഞ്ഞത് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. അത് പല രീതിയിലും ഓൺലൈൻ സോഷ്യൽ മീഡിയ അറ്റാക്കുകളിലേക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതിനോടൊന്നും താല്പര്യമില്ല. അപ്പോൾ എന്താണോ പറയാനുള്ളതെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി കൃത്യമായ ക്ലാരിറ്റിയോടുകൂടി പറയാന്നുള്ളതാണ്. ഹയർ അപ്പീൽ സർക്കാർ പോകുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം പൂർണ്ണമായ നീതി ലഭ്യമായിട്ടില്ല എന്നൊരു റീഡിംഗ് ആ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത് കൊണ്ടായിരിക്കില്ല സർക്കാർ ഇപ്പോൾ ഹയർ അപ്പീൽ പോകാൻ തീരുമാനിക്കുന്നത്? ആയിരിക്കാം. തിരിച്ചുവരവ്, സിനിമയിലേക്കുള്ള തിരിച്ചുവരവിനുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ്. ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സിൻ്റെ അസോസിയേഷനിലേക്ക് തിരിച്ചെടുക്കാനുള്ള വരുന്നു, അമ്മയിലേക്ക് ഉടനെ തിരിച്ചെടുക്കുന്ന സൂചനകൾ വരുന്നു. എങ്ങനെയാണ് അതിനെ കാണുന്നത് ഈ തിരിച്ചുവരവിനെ? ആരോപിതനായ സമയത്ത് അദ്ദേഹത്തിന് പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു കോടതി വിധി വരുമ്പോൾ അതിനെ വേണ്ട രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുക എന്നുള്ളതല്ലേ എല്ലാ സംഘടനകളും ചെയ്യേണ്ടത്. അപ്പോൾ ഏകപക്ഷമായ ഒരു തീരുമാനം ആർക്കെതിരെയും എടുത്തിട്ടില്ല. തീർച്ചയായിട്ടും നിങ്ങളെടുത്തൊരു നിലപാട് ഈ പ്രശ്നങ്ങൾ ഉണ്ടായ ഘട്ടത്തിൽ മമ്മൂട്ടിയുടെ വീട്ടിൽ വെച്ച് നടന്നത് ഞാനന്ന് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു നിലപാട്, ആ നിലപാടിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. അന്ന് എടുത്തത് തീരുമാനങ്ങളെല്ലാം ശരിയായിരുന്നു. ഉറച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിജീവിതയ്ക്ക് നീതി ലഭിക്കണം എന്നുള്ളതാണ്, ആര് ശിക്ഷിക്കപ്പെടണം എന്നുള്ളതിലല്ല. എൻ്റെ സഹപ്രവർത്തകയാണ്, എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനിപ്പോൾ എന്ത് പകരം കൊടുത്താലും മതിയാവില്ല. എങ്കിലും അതിന് കൃത്യമായ ഒരു നീതി ലഭിക്കണം എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനൊരു അഭിപ്രായം ഞാൻ പറഞ്ഞാൽ കോടതി നിന്നയായി പോകും. കാര്യം കോടതി വിധിച്ചതിനെ പറ്റിയിട്ട് ഞാനൊരു കമൻറ്റ് പറയുന്നത് ശരിയല്ല. അത് കോടതിക്ക് ശരിയെന്ന് തോന്നിയതാണ് കോടതി വിധിച്ചിരിക്കുന്നത്. അതിന് ഹയർ അപ്പീൽസിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ വഴി അറിയാം. അധികാര കേന്ദ്രങ്ങളിലേക്കുള്ള ദിലീപിൻ്റെ തിരിച്ചുവരവിനെ എങ്ങനെയാണ് കാണുന്നത്? അതിനെ പറ്റിയൊന്നും അഭിപ്രായം പറയാനുള്ള ആളല്ല ഞാൻ. തെറ്റില്ല എന്നാണോ? എൻ്റെ സുഹൃത്തുക്കൾ ഇവിടെ ഇലക്ഷന് നിൽക്കുന്നുണ്ട്. മാക്സിമം യുവതലമുറ ഇലക്ഷന് വരണം, ഇലക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, വോട്ടുകൾ ചെയ്യണം. പിന്നെ പ്രത്യേകത ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതൊരു ഹരിത ബൂത്തായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമുക്ക് എപ്പോഴും അറിയാം ഇലക്ഷൻ സമയത്ത് ഉണ്ടാകുന്ന വേസ്റ്റേജിനെ പറ്റിയിട്ടും ഫ്ലെക്സ് ബോർഡുകളെ പറ്റിയിട്ടും ഇലക്ഷൻ്റെ ആവേശം കഴിയുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ പറ്റിയിട്ടും ഒക്കെ അറിയാം. അപ്പോൾ അതിനൊക്കെ ഒരു മാതൃകാപരമായ ഒരു തീരുമാനം എടുത്ത് ഞങ്ങളുടെ ഈ ബൂത്ത് ഈ പ്രാവശ്യം ഹരിത ബൂത്താക്കിയിരിക്കുകയാണ്. അപ്പോൾ അതിനെപ്പറ്റി തിരിച്ചെടുക്കുന്നതിൽ തെറ്റില്ല എന്നാണോ ഇപ്പോൾ പറയുന്നത്? ഞാൻ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്നിട്ട് അതിനൊരു അഭിപ്രായം പറയും.